നമസ്കാരം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നുള്ള അരുൺ ഗോയലിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമെന്ന് സൂചന. ലോക്സഭാ സീറ്റെണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അവലോകനം ചെയ്യാനെത്തിയപ്പോൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഗോയൽ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. മാർച്ച് 5-ന് കൊൽക്കത്തയിൽ നടന്ന പത്രസമ്മേളനത്തിൽ രാജീവ് കുമാർ മാത്രമാണ് പങ്കെടുത്തത്. ആരോഗ്യ കാരണങ്ങളാൽ ഗോയൽ മടങ്ങിയെന്നാണ് രാജീവ് കുമാർ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊൽക്കത്തയിൽ നിന്ന് മടങ്ങിയ ശേഷം ഗോയൽ മാർച്ച് 7-ന് ഡൽഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഒരുക്ക ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. 8-ന് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയ്ക്കൊപ്പമുള്ള ചർച്ചകളിൽ പങ്കെടുക്കാതെ രാജിക്കത്ത് നേരിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു. ഗോയലിനെ അനുനയിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടത്തിയിരുന്നതായി നിയമ മന്ത്രാലയ വൃത്തങ്ങളും പറഞ്ഞു. മോദി സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് പിന്നിലെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിച്ചു. കമ്മീഷനിൽ ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണുള്ളത്. തിരഞ്ഞെടുപ്പ് നടത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം മതിയെങ്കിലും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ നേട്ടമാക്കും എന്നതിനാൽ ഈ ആഴ്ച തന്നെ 2 കമ്മീഷണർമാരുടെ ഒഴിവും നികത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പാനൽ യോഗം 15-ന് ചേരുമെന്നാണ് അറിയുന്നത്. 13-നോ 14-നോ സെർച്ച് കമ്മിറ്റിയും ചേരും. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭയിലെ മറ്റൊരംഗം, പ്രതിപക്ഷ നേതാവോ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവോ ഉൾപ്പെടുന്ന സമിതിയാണ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടത്. ലോക്സഭയിലെ വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയെ സർക്കാർ വിവരങ്ങൾ അറിയിച്ചു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും ആഭ്യന്തര സെക്രട്ടറിയും പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറിയും അടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയാണ് കേന്ദ്ര സെക്രട്ടറിമാരിൽ നിന്ന് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള 5 പേരുടെ പട്ടിക തയ്യാറാക്കേണ്ടത്. ഇതാണ് പ്രധാനമന്ത്രിയുടെ സമിതി പരിശോധിക്കുക. പ്രധാനമന്ത്രി സമിതി 15-നാണ് യോഗം ചേരുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വൈകും. ശനിയാഴ്ച വൈകിയാണ് നിയമ മന്ത്രാലയം ഗോയലിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചതായി അറിയിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. പുതിയ കമ്മീഷണർമാരെ 15-ന് രാഷ്ട്രപതി നിയമിക്കും വിധം നടപടികൾ പൂർത്തിയാക്കിയേക്കും. 3-അംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ഉള്ളത്. കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരി 14-ന് വിരമിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള 3-അംഗ സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയ നിയമ ഭേദഗതി പ്രകാരം പുതിയ കമ്മീഷണർമാരായി കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാനുള്ള സുവർണാവസരമാണിത്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെയും നിലപാടിന് മുൻതൂക്കം കിട്ടും. ജൂൺ 16 വരെയാണ് ലോക്സഭയുടെ കാലാവധി. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഗോയലിന്റെ രാജി നടപടികൾ തകിടം മറിച്ചെന്നാണ് സൂചന. മുഖ്യ കമ്മീഷണർക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ തടസ്സമില്ലെങ്കിലും 2 കമ്മീഷണർമാരുടെ ഒഴിവുകൾ നികത്തി എല്ലാം ഭദ്രമാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. കൊൽക്കത്തയിൽ നിന്ന് മടങ്ങിയ ശേഷം ഗോയൽ മാർച്ച് 7-ന് ഡൽഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഒരുക്ക ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. 8-ന് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയ്ക്കൊപ്പമുള്ള ചർച്ചകളിൽ പങ്കെടുക്കാതെ രാജിക്കത്ത് നേരിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു. ഗോയലിനെ അനുനയിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടത്തിയിരുന്നതായി നിയമ മന്ത്രാലയ വൃത്തങ്ങളും പറഞ്ഞു.